നമ്മളൊക്കെ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗൂഗിൾ ക്രോമിൻ്റെ യൂസേഴ്സാണ്. അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു തേർഡ് പാർട്ടി കുക്കീസ് ഉണ്ട്. പക്ഷേ ഇനി അതുണ്ടാകില്ല. കാരണം ഗൂഗിൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം, പല കമ്പനീസും ആളുകളെ ട്രാക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ഒരുപാട് ചേഞ്ചസ് ഗൂഗിൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു ട്രാക്കിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഗൂഗിൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ യൂസേഴ്സിന് വേണ്ടി തന്നെയാണ്. പക്ഷേ ഗൂഗിൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇതിപ്പോൾ നിലവിൽ നമുക്കറിയാം വേൾഡ് വൈഡ് യൂസേഴ്സിൽ ഒരുപാട് പേര് ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നുണ്ട്. അതിലെ 1% ആളുകളിലേക്ക് മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവരോട് ഗൂഗിൾ ഓൾറെഡി പറയും, നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഫീച്ചർ ഇനി മുതൽ അവൈലബിൾ ആകും. കാരണം അത്രയ്ക്ക് ജനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഒരു ബ്രൗസറാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഒരു ഫീച്ചർ നിലവിൽ എത്തി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവരെ ഓൾറെഡി എന്ത് ചെയ്യും, ഗൂഗിൾ പറയും. അതായത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഇനി മുതൽ ആക്റ്റീവ് ആണ് എന്ന് ഗൂഗിൾ ഓൾറെഡി അവരോട് പറയും. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഇപ്പോൾ പറയുന്നത്, ഇത് ഇപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തത് ഒരു പരീക്ഷണം എന്ന രീതിയിലാണ്. ഈ വർഷം അവസാനത്തോടെ എല്ലാ ഗൂഗിൾ ക്രോം യൂസേഴ്സിൻ്റെ മൊബൈലിലും ഈ ഒരു ഫീച്ചർ എത്തിയിരിക്കും. അതേ സ്ഥാനത്ത് തന്നെ ചില പരസ്യ കമ്പനികൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന്. കാരണം നമുക്കറിയാം, നമ്മൾ വെബ്സൈറ്റിലും ഓൺലൈനിലൊക്കെ ഒരുപാട് ആഡ്സ് കാണുന്നുണ്ടല്ലേ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കുക്കീസ് തന്നെയാണ്. കുക്കീസ് വഴിയാണ് നമുക്ക് ഒരുപാട് ആഡുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് ഗൂഗിൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടുവരുന്നതോട് കൂടി അത് അവരുടെ ബിസിനസ്സിനെ നെഗറ്റീവ് രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് അവർ കൂടുതലും കൺസേൺ ആകുന്നത്. പക്ഷേ ഗൂഗിൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഫീച്ചർ ഗൂഗിൾ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. യൂസേഴ്സിന് ഈ ഒരു ഫീച്ചർ വളരെ നല്ലതാണ് എന്നാണ് അവർ പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്രോം യൂസർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രൗസിങ്ങിൽ എനിക്ക് കൂടുതൽ പ്രൈവസി കിട്ടും ഈ ഒരു ഫീച്ചർ വരുന്നതോടുകൂടി. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡാറ്റ ചോദിച്ച് ചില കുക്കീസൊക്കെ വരും. അപ്പോൾ അതിനി മുതൽ ഇല്ലാതാവുന്ന സമയത്ത് നമ്മൾ കൂടുതലും സെക്യൂർഡായി, അതായത് കൂടുതലും പ്രൈവസി നമുക്ക് വന്നു എന്നാണ് ഗൂഗിൾ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ചില വെബ്സൈറ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കുക്കീസ് ഇല്ലാതെ ആഡുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആഡുകൾ കാണിച്ച് തരുന്നത് ഈ കുക്കീസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത്, അപ്പോൾ അതിൽ നിന്നും കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റുമായി കണക്ട് ചെയ്ത് ഒരുപാട് ആഡ്സ് നമുക്ക് വരുന്നത് ഈ ഒരു കുക്കീസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ആഡുകൾ ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ആഡുകൾ വരും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കുക്കീസാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എവിടെയുള്ള ആളാണ്, നിങ്ങൾ ഏത് ഡിവൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഓൺലൈനായി മറ്റെങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും കുക്കീസ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നമ്മൾ പോലും അറിയാതെ, ഇപ്പം നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സെക്യൂർഡാണ്, ഭയങ്കര പ്രൈവസി എന്നീ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുക്കീസ് ഓൾറെഡി നമ്മളിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. 2021 ഫെഡറേറ്റഡ് ലേണിംഗ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഫെഡറേറ്റഡ് ലേണിംഗ് ഓഫ് കൊഹേർട്സ് എന്ന് പറയുന്ന ഫ്ലോക്ക് എന്നത് ഗൂഗിൾ അവതരിപ്പിച്ച് തന്നെ ഈ ഒരു ലക്ഷ്യത്തോടെയാണ്. പക്ഷേ അന്ന് ചില കാരണങ്ങൾ കൊണ്ട് അവർക്കത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ട്രാക്കിംഗ് പ്രൊട്ടക്ഷൻ എന്ന ഈ ഒരു ഫീച്ചർ ഇപ്പോൾ നമുക്ക് ക്രോമിൻ്റെ വിൻഡോസ്, അതുപോലെ തന്നെ ലിനക്സ്, മാക്, iOS, ആൻഡ്രോയിഡ് എന്ന എല്ലാ വേർഷൻസിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്രിയേറ്റീവായ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.